ഇന്ത്യ ന്യൂസിലാൻഡ് രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ 7 വിക്കറ്റിന് പരാജയപ്പെടുന്നു. ഡാരൽ മിച്ചലിൻ്റെ സെഞ്ചുറി, KL രാഹുലിൻ്റെ സെഞ്ചുറി. ഇന്ത്യക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരു മത്സരം. ഇന്ന് നമ്മളോടൊപ്പം ടാക്ടിക്സിൽ MSK ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ന്യൂസിലാൻഡിൻ്റെ വളരെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡുമായി അവർ വരുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് ഇതൊരു ഈസി വാക്ക് ഓവർ ആയിരിക്കും എന്നാണ് നമ്മൾ പൊതുവെ വിലയിരുത്തിയിരുന്നത് എല്ലാവരും. പക്ഷേ ഇത് മൂന്നാം ഏകദിനത്തിലേക്ക് ഇതിൻ്റെ ആവേശം നീളുന്നു. എങ്ങനെ വിലയിരുത്തുന്നു രണ്ടാം ഏകദിനത്തെ? ആക്ച്വലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും നമുക്കറിയാം ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന സീരീസ് അവർ 3-0 തോൽപ്പിക്കുകയാണ് ചെയ്തത്. അതായത് ഇംഗ്ലണ്ട് നല്ല താരനിര ഉണ്ടായിരുന്ന ഇംഗ്ലണ്ടിനെ ഇതേ ടീം തന്നെയാണ് ഏതാണ്ട് ഒരു ക്ലീൻ സ്വീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം താരനിരയേക്കാൾ അവർ ഇൻഎക്സ്പീരിയൻസ് ആയിരിക്കാം, പക്ഷേ കൃത്യമായിട്ടും എക്സ്പീരിയൻസും കൂട്ടി കലർന്നിട്ടുള്ള ഒരു ടീം തന്നെയാണ് ന്യൂസിലാൻഡ്. അത് കൃത്യമായിട്ട് അവർ നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടു കഴിഞ്ഞു. ഇതിൽ എടുത്തു പറയേണ്ടത് ഡാരൽ മിച്ചലിൻ്റെ ഫോം തന്നെയാണ്. അതായത് കഴിഞ്ഞ 10 ഏകദിനത്തിൽ അദ്ദേഹം 8 പ്രാവശ്യവും 50+ സ്കോർ നേടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം 49 അദ്ദേഹത്തിന്. അതായത് 9 മത്സരത്തിലും 49 മുകളിൽ റൺസ് നേടിയ താരമാണ് ഡാരൽ മിച്ചൽ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, എങ്ങനെ ആങ്കർ ചെയ്യണം എന്ന് കൃത്യമായിട്ട് കാണിച്ചു തന്ന ഒരു മത്സരമായിരുന്നു. അതായത് കളി എത്രത്തോളം ഡീപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ആ രീതിയിൽ അദ്ദേഹം ഒരു ഭാഗത്ത് നിന്ന് ഫസ്റ്റ് വിക്കറ്റുകൾ പോയപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് അവിടെ നിൽക്കുന്നു. അങ്ങനെ കളി എത്ര ഡീപ്പിലേക്ക്, നമ്മളിപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിയൊക്കെ ആങ്കർ ചെയ്തിരുന്നൊരു സമയമുണ്ട്. അതായത് കളി ഒരുപാട് ഡീപ്പിലേക്ക് കൊണ്ടുപോകുന്നു. 40 ഓവർ, 45-ാമത്തെ ഓവർ, 48-ാമത്തെ ഓവർ, അങ്ങനെ രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ഓവറുകളിൽ ജയിപ്പിക്കാം എന്ന രീതിയിൽ തന്നെ കൃത്യമായി കൊണ്ടുപോകുന്നൊരു കാഴ്ച. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വേൾഡിലെ ഏറ്റവും നല്ല മധ്യനിര ബാറ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ ഈ ഡാരൽ മിച്ചൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. കാരണം വിരാട് കോഹ്ലി ലോക 1-ാം നമ്പർ പൊസിഷനിലേക്ക് എത്തി വെറും 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഡാരൽ മിച്ചൽ അത് മറികടന്നുകൊണ്ട് നമ്പർ 1 റാങ്കിങ്ങിലേക്ക് എത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് തന്നെയാണ് ശരിക്കും ന്യൂസിലാൻഡിന് ഭയങ്കരമായിട്ട് ഒരു ഗുണകരമായത്. കൃത്യമായിട്ടും അവരുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഡാരൽ മിച്ചലിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം ബിൽ യങ്ങിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് നല്ലൊരു പാർട്ണർഷിപ്പ് അടുത്ത് വരുത്തുന്നു, വിജയ വഴിയിലേക്ക് എത്തിക്കുന്നു. ന്യൂസിലാൻഡിൻ്റെ ഒരു ഇൻഎക്സ്പീരിയൻസ് അവിടെ ഒരു ഘട്ടത്തിൽ പോലും അവർ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പം ആ എക്സ്പീരിയൻസിനേക്കാൾ ഈ ഡാരൽ മിച്ചലിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ എന്ന് പറയുമ്പോൾ മിച്ചലുണ്ട്, ഡെവൻ കോൺവേ ഉണ്ട്, അങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആരാണ് ഈ ക്രിക്കറ്റിലെ ഇപ്പം ലോകത്തിലെ ഏറ്റവും മികച്ച മധ്യനിര ബാറ്റർ എന്ന് കൃത്യമായിട്ടും നമ്മൾ കണ്ട ഒരു മത്സരമായിരുന്നു. ഡാരൽ മിച്ചലിൻ്റെ ഫോം തന്നെയാണ് ഏറ്റവും പ്രധാനം.